ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഏപ്രിൽ 14 മുതൽ 20 വരെയുള്ള കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ പുറത്തുവന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യ 144.17 കോടി. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. ചൈനയിലെ ജനസംഖ്യ 142.5 കോടി. ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി നിയമിതനാവുന്നത് ആര്? ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി നിയമിതനാവുന്ന വ്യക്തി ആര്? ഉത്തരം ദിനേശ് കുമാർ ത്രിപാഠി. ഏപ്രിൽ 30 വിരമിക്കുന്ന നിലവിലെ നാവികസേനാ മേധാവി മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാറിന്റെ ഒഴിവിലേക്കാണ് ദിനേശ് കുമാർ ത്രിപാഠി നിയമിതനാവുന്നത്. KK നീലകണ്ഠന്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആര്? KK നീലകണ്ഠന്റെ ജീവിതം ആസ്പദമാക്കിയ പക്ഷികളും ഒരു മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഉത്തരം സുരേഷ് ഇളമൺ. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് KK നീലകണ്ഠൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് കേരളത്തിലെ പക്ഷികൾ. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആവുന്നത് ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആവുന്നത്. ഉത്തരം ഗോപി തോട്ടക്കുര. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ഗോപി തോട്ടക്കുര. ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ NS-25 ദൗത്യത്തിലാണ് ഗോപി തോട്ടക്കുര ബഹിരാകാശത്തേക്ക് പോകുന്നത്. ഇതോടെ ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയും രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന പദവിയും ഗോപി തോട്ടക്കുര സ്വന്തമാക്കും. അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഉക്രൈൻ. ലോക പൈതൃക ദിനം എന്നാണ്? ലോക പൈതൃക ദിനം. ഉത്തരം ഏപ്രിൽ 18. 2024 ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക. വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് 2024 ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം. 2024 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിന്റെ പ്രശസ്ത സംഗീതജ്ഞൻ ആര്? ഉത്തരം KG ജയൻ. 2024 ഏപ്രിലിൽ കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി ഏത്? കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി ഏത്? ഉത്തരം കേരള ഹൈക്കോടതി. അടുത്തിടെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരം. ഉത്തരം അൽപാഷ കൊട്ടാരം. 1799 നെപ്പോളിയൻ താമസിച്ച കൊട്ടാരമാണ് അൽബാഷ കൊട്ടാരം. അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നാവൽനിയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേര്? ഉത്തരം പാട്രിയറ്റ്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏത്? ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ? ഉത്തരം ബ്രഹ്മോസ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആര്? ഉത്തരം സഞ്ജന സംഘി. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടിയുടെ പേര് എന്താണ്? ഉത്തരം മേരി മിന. ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവമായ ഒളിമ്പിക്സിന്റെ ജന്മദേശമായ ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചാണ് ഗ്രീക്ക് നടി മേരി മിന ഒളിമ്പിക്സ് ദീപം തെളിയിച്ചത്. T20 500 സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം? T20 500 സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ഉത്തരം രോഹിത് ശർമ്മ. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏത്? ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം? ഉത്തരം ഹാർട്സ്ഫീൽഡ് ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട്. US അറ്റ്ലാന്റയിലുള്ള ഹാർട്സ്ഫീൽഡ് ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ലോകത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ വിമാനത്താവളം. രണ്ടാം സ്ഥാനത്ത് ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളം.
ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട ഏക വിമാനത്താവളമാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. സമ്മതിദായകർക്കു വേണ്ടി ആദ്യമായി കൈപ്പുസ്തകം പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ്. ഉത്തരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി ലോങ് ജമ്പ് താരം ആര്? ഉത്തരം എം ശ്രീശങ്കർ. അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം സഞ്ജന സജീവൻ. മാനന്തവാടി സ്വദേശിയായ സഞ്ജന സജീവൻ. ആശാ ശോഭന. തിരുവനന്തപുരം സ്വദേശിയാണ് ആശാ ശോഭന. ആദ്യമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി വനിത മിന്നുമണിയാണ്. അമേരിക്ക, ഫിലിപ്പീൻസ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം വാഷിംഗ്ടൺ DC. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവ് ആര്? ഉത്തരം മുഹമ്മദ് സലേം. റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫറാണ് മുഹമ്മദ് സലേം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് ഉത്തരം കോഴിക്കോട്. ഫിലിം സൊസൈറ്റിയുടെ പേര് ട്രാൻസ്മുട്ര. 2024 ഏപ്രിലിൽ അന്തരിച്ച ഡെറക് അണ്ടർവുഡ് ഏതു കായിക ഇനത്തിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഉത്തരം ക്രിക്കറ്റ്. ദൂരദർശൻ TV ചാനലിന്റെ ലോഗോക്ക് നൽകിയ പുതിയ നിറം എന്താണ്? ദൂരദർശൻ TV ചാനലിന്റെ ലോഗോക്ക് നൽകിയ പുതിയ നിറം ഉത്തരം കാവി നിറം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ ഇംഗ്ലീഷ്, ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയുടെ നിറം മാറ്റി. ചുവപ്പിനു പകരം കാവി നിറത്തിലാണ് പുതിയ ലോഗോ. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിന്റെ പദ്ധതി ഏത്? ഉത്തരം കെ-ഫോൺ. എല്ലാവർക്കും ഇന്റർനെറ്റ് സാധ്യമാവുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് കെ-ഫോൺ. ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം എന്നാണ്? ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം ഉത്തരം ഏപ്രിൽ 14. ടൈം മാഗസിൻ പുറത്തുവിട്ട 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ ആരൊക്കെയാണ്? ബോളിവുഡ് നടിയായ ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ല എന്നിവരാണ് ടൈം മാഗസിൻ പുറത്തുവിട്ട 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ. 2024 ഏപ്രിലിൽ കഴിഞ്ഞ 75 വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ച രാജ്യം ഏത്? ഉത്തരം UAE. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ദൗത്യത്തിന്റെ പേര്? ഉത്തരം ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് നടന്നത് 1984 ഏപ്രിൽ 13. 2024 ഓപ്പറേഷൻ മേഘദൂതിന്റെ 40ാമത് വാർഷികമാണ്. ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. 2024 പുറത്തുവിട്ട സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏത്? ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം ഏത്? ഉത്തരം ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഖത്തറിലാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. 12 തവണ ഈ നേട്ടം സ്വന്തമാക്കിയ സിംഗപ്പൂരിന്റെ ഷാങ്കി വിമാനത്താവളത്തെ മറികടന്നാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഒന്നാമതെത്തിയത്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം നരേന്ദ്രമോദി. ഇന്ദിരാഗാന്ധിക്കു ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്നും പിന്മാറിയ ബോക്സിംഗ് താരം ആര്? ഉത്തരം മേരി കോം. 2024 ഏപ്രിലിൽ അന്തരിച്ച
ഹോൾസൻബെയിൻ ഏതു മേഖലയിലെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു? ഉത്തരം ഫുട്ബോൾ. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം അബുദാബി. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജത്തിലേക്ക് മാറ്റുന്ന പദ്ധതി? PM കുസും യോജന. ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ? ഉത്തരം ഉദയ് എക്സ്പ്രസ്. വ്യാഴത്തിന്റെ യൂറോപ്പ എന്ന ഉപഗ്രഹത്തിലേക്ക് ജീവന്റെ സാധ്യത നേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏത്? ഉത്തരം ക്ലിപ്പർ. കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെപ്പറ്റി സംവിധായകൻ ബ്ലസ്സി എഴുതിയ പുസ്തകത്തിന്റെ പേര്? ഉത്തരം കാഴ്ചയുടെ തന്മാത്രകൾ. ലോക ഹിമോഫീലിയ ദിനം എന്നാണ്? ലോക ഹിമോഫീലിയ ദിനം ഏപ്രിൽ 17. ഉത്തരം ഏപ്രിൽ 17.